ഇന്റർനെറ്റിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ നിങ്ങൾ എന്റെ മറ്റുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ പറയുന്നത്? അത് ശരിക്കും പോസിബിൾ ആണോ? ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. ഒരു ഈസി മെത്തേഡാണ്. അതായത് നമ്മളൊരു സപ്ലയറെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള പ്രൊഡക്റ്റുകൾ എന്താണോ അത് സെൽ ചെയ്യുന്ന ഒരു സപ്ലയറെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ കമ്പനീനെ നമ്മൾ കണ്ടുപിടിക്കുക. അവരുമായിട്ട് നമ്മളൊരു അഫിലിയേറ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഇത് ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെയുള്ള മെത്തേഡുകളുമായിട്ട് സിമിലർ ആണ്. എന്നാൽ ഒരുപാട് ഡിഫറെന്റ് ആണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് ആണ് ആ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്. ഇതിന് നിങ്ങളൊരു ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പക്ഷെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറർ നിങ്ങൾക്കൊരു അഫിലിയേറ്റ് ലിങ്ക് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ. ഈ അഫിലിയേറ്റ് ലിങ്കിലൂടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇവിടെ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നില്ല. അവിടെ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ ത്രൂ പോയ കസ്റ്റമർ അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെണ്ടർക്ക് കമ്പനിക്കും നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ വരും. അതായത് നിങ്ങൾ റെഫർ ചെയ്ത കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് കമ്പനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി ആ പ്രൊഡക്റ്റ് എന്താണോ അത് ഷിപ്പ് ചെയ്യും. അതിന് എത്രയാണോ കമ്മീഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മന്ത് എൻഡിലോ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്റ്റ് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരും. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇത് ഞാൻ റെഫർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് ഇത്. നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. നിങ്ങൾക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടതോ മാനുഫാക്ചർ ചെയ്യേണ്ടതോ ആവശ്യമില്ല. നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഫർ ചെയ്യുന്ന കസ്റ്റമർ അവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടും എല്ലാം കമ്പനിയാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതുകൊണ്ടാണ് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. ഞാനും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ചാണ് തുടങ്ങിയത്. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ചെയ്യാം. സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ആ ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ട്. ആ ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയത്. ഓക്കെ. ഇനി ഓക്കെ, മനസ്സിലായല്ലേ? അതായത് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ലോകത്ത് എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണ് സെൽ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഇതിപ്പോ നിങ്ങളൊരു ആമസോൺ അഫിലിയേറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഫിസിക്കൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെല്ലർക്ക് തന്നെ ഉള്ളൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ഒക്കെ ആയിരിക്കും. അതിൽ നിന്നുള്ളൊരു ഷെയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഒക്കെ സെൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് ഒരു 5% 6% ഒക്കെയാണ് കമ്മീഷൻ വരിക. അപ്പൊ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 60 രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം കമ്മീഷൻ കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നിങ്ങളൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങുന്നവർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. പകരം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക, സോഫ്റ്റ്വെയറുകൾ സെൽ ചെയ്യുക, ഇ ബുക്കുകൾ സെൽ ചെയ്യുക. ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ വളരെ വലുതാണ്. കാരണം ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഒരു വൺ ടൈം അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് പിന്നീട് ഒരു പുതിയൊരു കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഫുൾഫിൽമെന്റോ ഷിപ്പിങ്ങിന്റെയോ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 40% മുതൽ 70-80% വരെയൊക്കെ കമ്മീഷൻ കിട്ടും. അതായത് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിലെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുകയാണെങ്കിൽ 40 രൂപ 60 രൂപയാണ് കമ്മീഷൻ വരുന്നതെങ്കിൽ
നിങ്ങളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് 1000 രൂപയുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 രൂപ മുതൽ 800 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ട് വരും. അതും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ പോലെയുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 40% മുതൽ 80% വരെയൊക്കെയുള്ള കമ്മീഷൻസ് നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് ഓരോ മാസവും വന്നുകൊണ്ടിരിക്കും ഒരു സിംഗിൾ കസ്റ്റമറിന്റെ അടുത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം കഴിയുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്ത് അതൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻകം ആയിട്ട് നിങ്ങൾക്ക് അത് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ഞാനും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി തന്നെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗോളുകൾ ഉണ്ടെങ്കിൽ ആ ഗോളിനൊക്കെ വേണ്ടിയിട്ട് കാശ് കണ്ടെത്താനുള്ളതും നിങ്ങൾക്ക് അല്ലാതെ ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളും നിഷ് കണ്ടുപിടിക്കാനും അത് റിസർച്ച് ചെയ്യാനും അതിന്റെ പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കാനും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു 7-ഡേ ചലഞ്ച് ഞാൻ അതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ 7-ഡേ ചലഞ്ചിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അഫിലിയേറ്റ് ക്യാമ്പയിൻ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗ്യാരണ്ടി ഉള്ളത്. അതിനു വേണ്ടിയുള്ള റിസോഴ്സുകളും സോഫ്റ്റ്വെയർ സജഷൻസും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. വേറെ നിങ്ങൾ എക്സ്ട്രാ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും പ്രോഗ്രാംസും എല്ലാം ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയിലകത്ത് ബാക്കി ജോയിൻ ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്നും കൂടെയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ശരി. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ.